വയനാട് ദുരന്തത്തിൽ വിട പറഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. വയനാട്ടിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായതിൽ എല്ലാവർക്കും ഭയങ്കര ദുഃഖമുണ്ട്. അതിന് പറ്റുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണം. കാരണം രാത്രി പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കയറിയത് കൊണ്ടാണ് ആരും അറിയാതെ പോയത്. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ പാലക്കാടാണ്. എന്നാലും ഒരു രാത്രി പെട്ടെന്ന് ഇത്രയും വെള്ളം ഇങ്ങനെ നമ്മളും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മളൊക്കെ വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ വയനാട്ടിൽ ഭയങ്കരമായ നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ആളുകൾ പറയുന്നത് കേട്ടോ, അങ്ങനെ 2 നില ബിൽഡിങ്ങൊക്കെ അവിടെ ഉണ്ടായിരുന്നു പറയണു. അതിൻ്റെ ഒരു അംശം പോലും ഇപ്പോൾ കാണുന്നില്ല എന്ന്. 2 നില വീട് പോലും കാണുന്നില്ല എന്ന് പറയുന്നത് അവിടെ. അപ്പോൾ സാധാരണ ആ ചെറിയ ചെറിയ വീടുകളിലൊക്കെ അവസ്ഥ, അതിനകത്ത് എത്ര ആൾക്കാരുണ്ടാവും ഒന്നും അറിയില്ല. ഇനി ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്തിലെ ആളുകൾ മുൻകരുതലെടുക്കുക. കാരണം പ്രകൃതിയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. കാലാവസ്ഥ പ്രവചിക്കുന്നവർ പോലും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നേ പറയുന്നുള്ളൂ. ശക്തമായ മഴ ഇന്ന് ഉണ്ടാവും, ഇന്ന് ഇങ്ങനെ ഉരുൾപൊട്ടുമെന്ന് അവർക്കും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. ഞങ്ങളുടെ അവിടെ വെള്ളം കയറുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, വെള്ളം കയറിയ ശേഷം എങ്ങനെയായിരുന്നു എന്നത് ആ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അത്രയും ശാന്തമായ ഒരു സ്ഥലം. പെട്ടെന്ന് ഇത്രയും വെള്ളം വന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ പഴയ ഒരു രീതിയോ പഴയ ഒരു ഇതോ അല്ല ഇവിടെ കണ്ടത്. അപ്പോൾ ആ ഒരു രാത്രി കൊണ്ട് പെട്ടെന്ന് നമ്മളുടെ കാലാവസ്ഥ മാറി, എല്ലാം മാറി. ഇവിടെ ആകെ ഒരു കുറച്ച് മണിക്കൂർ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു വയനാട്ടിലെ ആ ഉരുൾപൊട്ടലിൻ്റെ പ്രശ്നത്തിൽ വെള്ളം എന്തോ ഇവിടെ വന്നതാണ്. നമ്മൾ വിചാരിക്കും പാലക്കാടല്ലേ, ഒത്തിരി ദൂരമല്ലേ, അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ വെള്ളം ഇവിടെ വരുമെന്ന്. പക്ഷേ വയനാട് മരിച്ച ആളുകളുടെ ബോഡി കോഴിക്കോട് കഴിഞ്ഞ് മലപ്പുറത്ത് ചാലിയാർ പുഴയിലാണ് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും ദൂരം, അപ്പോൾ എത്ര ശക്തിയായിരിക്കും ആ വെള്ളത്തിന്. അപ്പോൾ വയനാട്ടിൽ നിന്ന് എത്ര ശക്തിയിലായിരിക്കും ഇത്രയും വരെ എത്തണമെങ്കിൽ ആ വെള്ളം ഒഴുകിയിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ എത്ര ശക്തിയിലായിരിക്കും വെള്ളം ഒഴുകിയിട്ടുണ്ടാവുക. അപ്പോൾ അതാണ്. അപ്പോൾ അതിലത്തെ എന്തോ ഒരു പ്രശ്നമാണ് ഇവിടെയും വന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇത്രയും വെള്ളമാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും. ഇത് വെള്ളം കയറുന്നതിന് മുൻപാണ്. ആ പാലത്തിൻ്റെ അടിഭാഗം കണ്ടോ, അത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഫസ്റ്റ്. അതിനുശേഷം വെള്ളം കയറിയ ശേഷം ഉള്ള വീഡിയോയിൽ ഇവിടെ ഇതൊന്നും കാണുന്നില്ല. ഈ റോഡും തോടും എല്ലാം സമമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും കാണുന്നേ ഇല്ല. ഈ വീടിൻ്റെ ആ ഫസ്റ്റ് ഫ്ലോറ് മുഴുവനും വെള്ളത്തിലാണ് ഉണ്ടായിരുന്നത്. അതിലെല്ലാം ഫുള്ളായിട്ട് നിറഞ്ഞു. ആ വീട്ടിലുള്ളവരെ കൊണ്ടുവരുന്ന സമയത്ത് മറ്റേ തോണിയിലാണ് കൊണ്ടുവന്നത് രക്ഷാപ്രവർത്തകർ. ഇതുണ്ടോ, ആ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടില്ലേ, ആ പാലത്തിൻ്റെ അടിയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ലേ, അതൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഇതിലെവിടെയാണ് റോഡ് ഏതാ തോട് ഏതാ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. അതും ഒരു ദിവസം ഒരു രാത്രിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഉച്ചയാകുമ്പോഴേക്കും ഫുൾ വെള്ളവും വലിഞ്ഞു. ആ ട്രാൻസ്ഫോമറിൻ്റെ അടിയിലെല്ലാം വെള്ളമായിരുന്നു. ഭാഗ്യത്തിന് അവർ വെള്ളം കുറച്ച് കയറുമ്പോൾ തന്നെ കറണ്ടൊക്കെ ഓഫ് ചെയ്യുമല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അന്ന് 2 കാറ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ വണ്ടി അകത്തുണ്ടായിരുന്നു. അതൊന്ന് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കയറിയത് രാത്രി ആയതുകൊണ്ട് ആരും അറിഞ്ഞില്ല. ഞങ്ങൾ രാവിലെ 3 മണിക്കാണ് വെള്ളം കയറിയത്. അറിഞ്ഞ് പോകുമ്പോഴേക്കും എല്ലാം വെള്ളമായിരുന്നു. പിന്നെ അത് തിരിച്ചെടുക്കാനും പറ്റില്ലല്ലോ. ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി, ഇപ്പോൾ പഴയതുപോലെയായി. എല്ലാവിടെയും ഇതുപോലെ ഇരിക്കുന്നത് വെള്ളമെല്ലാം. ഇപ്പോൾ റോഡും ഇതൊക്കെ കാണാൻ തുടങ്ങി. ഇതിപ്പോൾ വെള്ളം കയറി ഇറങ്ങിയ ശേഷമുള്ള തോടാണ് കേട്ടോ. ഇവിടെയായിരുന്നു അത്രയും വെള്ളം ഉണ്ടായിരുന്നത്.